ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഷഷ്ഠസ്കന്ധേ ഏകോനവിംശതിതമോऽധ്യായ. രാജോവാച വ്രതം പുംസവനം ബ്രഹ്മൻ ഭവതാ യദുദീരിതം തസ്യ വേദിതുമിച്ഛാമി യേന വിഷ്ണു പ്രസീദതി. ശ്രീശുക ഉവാച ശുക്ലേ മാർഗശിരേ പക്ഷേ യോഷിത് ഭർത്തുരനുജ്ഞയാ ആരഭേദാം വ്രതമിദം സാർവകാമികമാദിതം നിശമ്യ മരുതാഞ്ജന്മ ബ്രാഹ്മണാനനുമന്ത്ര്യ ച സ്നാത്വാ ശുക്ലേ വസീതാലങ്കൃതാംബരേ പൂജയേത് പ്രാതരാശാത് പ്രാഗ് ഭഗവന്തം ശ്രിയാസഃ അലന്തേ നിരപേക്ഷായ പൂർണ്ണകാമ നമോസ്തുതേ മഹാവിഭൂതിപതേ നമഃ സകലസിദ്ധയേ. യഥാ ത്വം കൃപയാ ഭൂത്യാ തേജസാ മഹനൗജസാ ജുഷ്ട ഈശ ഗുണൈഃ സർവൈഃ തതോऽസി. ഭഗവാൻ പ്രഭു വിഷ്ണുപത്നി മഹാമായേ മഹാപുരുഷലക്ഷണേ പ്രിയേഥാ മേ മഹാഭാഗേ ലോകമാതർനമോസ്തുതേ. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയേ. സഹ മഹാവിഭൂതിഭിർബലിം ഉപഹരാണി ഇതി. അനേനാഹരമന്ത്രേണ വിഷ്ണോരാവാഹനാർഘ്യപാദ്യോപസ്പർശന സ്നാനവാസ ഉപവീത വിഭൂഷണഗന്ധപുഷ്പധൂപദീപോപഹാരാദി ഉപചാരാംശ സമാഹിത ഉപാഹരേത. ഹവിശേഷം തു ജുഹുയാതനലേ ദ്വാദശാഹുതി. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാവിഭൂതിപതേ സ്വാഹേതി. ശ്രിയം വിഷ്ണുഞ്ച വരദാവാശിഷാം പ്രഭവാവുഭൗ ഭക്ത്യാ സംഭോജേ നിത്യം യദീച്ഛേൽ സർവസമ്പദ. പ്രണേമദണ്ഡവദ്ഭൂമൗ ഭക്തിപ്രഹ്വേണ ചേതസാ ദശവാരം ജപേന്മന്ത്രം തതസ്തോത്രമുദീരയേത്. യുവാം തു വിശ്വസ്യ വിഭോ ജഗതഃ കാരണം പരം യം ഹി പ്രകൃതി സൂക്ഷ്മാ മായാ ശക്തിർദുരത്യയ. തസ്യാ അധീശ്വര സാക്ഷാൽ ത്വമേവ പുരുഷ പര. ത്വം സർവയജ്ഞൈജ്ഞേയം ക്രിയേയം ഫലഭുഗ്ഭവാൻ. ഗുണവ്യക്തിരിയം ദേവി വ്യഞ്ജകോ ഗുണഭുഗ്ഭവാൻ. ത്വം ഹി സർവശരീര്യാത്മാ ശ്രീ ശരീരേന്ദ്രിയാശയ. നാമരൂപേ ഭഗവതി പ്രത്യസ്ത്വമപാശ്രയ. യഥാ യുവാം ത്രിലോകസ്യ വരദോ പരമേഷ്ഠിനൗ തഥാ മൗത്തമശ്ലോക സന്തു സത്യാ മഹാശിഷ. ഇത്യഭിഷ്ടൂയ വരദം ശ്രീനിവാസം ശ്രിയാസഃ തന്നിസ്സാര്യോപഹരണം ദത്വാ ചമനമർച്ചേത്. തതസ്തു വീതസ്തോത്രേണ ഭക്തിപ്രഹ്വേണ ചേതസാ യജ്ഞോച്ഛിഷ്ടമവഘ്രായ പുനരഭ്യർച്ചേത് ഹരിം. പതിം ച പരയാ ഭക്തിയാ മഹാപുരുഷചേതസാ പ്രിയൈസ്തൈസ്തേ രൂപനമേത് പ്രേമശീല സ്വയംപതി. ബിഭ്രിയാ സർവകർമാണി പത്ന്യാ ഉച്ചാവചാനി ച. കൃതമേകതരേണാപി ദമ്പത്യോരുഭയോരപി പത്ന്യാം കുര്യാദനർഹായാം പതിരേതത് സമാഹിത. വിഷ്ണോർവ്രതമിദം ബിഭ്രൻ ന വിഹന്യാത് കഥഞ്ജന
വിപ്രാൻ സ്ത്രിയോ വീരവതി സ്രഗന്ധബലിമണ്ഡലേ അർച്ചേതഹരഹർഭക്തിയ ദേവം നിയമമാസ്ഥിത ഉദ്വാസ്യ ദേവം സ്വേധാംനി തന്നിവേദിതമഗ്രത അദ്യാദാത്മവിശുദ്ധ്യർത്ഥം സർവകാമർദ്ധയ തഥാ ഏതേന പൂജാവിധിന മാസാൻ ദ്വാദശഹായനം നീത്വാഥോപചരേ സാധ്വി കാർത്തികേ ചരമേ ഹരി ശോഭോദേവ ഉപസ്പൃശ്യ കൃഷ്ണമഭ്യർച്ച്യ പൂർവവത് പയശ്രുതേന യുഹ്യാച്ചരുണാ സദർഭിഷ പാകയജ്ഞവിധാനേന ദ്വാദശൈവാഹുതീപതി ആശിഷശിരസാദായ ദ്വിജൈ പ്രീതൈ സമീരിത പ്രണമ്യ ശിരസാ ഭക്ത്യാ ഭുഞ്ജീത തദനുജ്ഞയാ ആചാര്യമഗ്രത കൃത്വാ വാഗ്യത സഹ ബന്ധുഭിः ദദ്യാത് പത്ന്യൈ ചരോ ശേഷം സുപ്രജസ്ത്വം സുസൗഭഗം ഏതൽ ചരിത്വാ വിധിവൽവ്രതം വിഭോ അഭീപ്സിതാർത്ഥം ലഭത്തെ പുമാനിഹ സ്ത്രീത്വേദദാസ്തായ ലഭേത സൗഭഗം ശ്രിയം പ്രജാം ജീവപതിം യശോഗൃഹം കന്യാ ച വിന്ദേത സമഗ്രലക്ഷണം വരന്ത്വവീരാഹതകിർഭിഷാഗതിം മൃതപ്രജാ ജീവസുധാധനേശ്വരി സുദുർഭഗാ സുഭഗാ രൂപമഗ്ര്യം വിന്ദേദ്വിരൂപാ വിരുജാ വിമുച്യത്തെ യാമയാവീന്ദ്രിയകൽപദേഹം ഏതൽ പഠന്നഭ്യുദേ പിതൃദേവതാനം തുഷ്ടാ പ്രയച്ഛന്തി സമസ്തകാമൻ ഹോമാവസാനേ ഹുതഭുക്ഷീർഹരിശ്ച രാജന്മഹന്മരുതാം ജന്മപുണ്യം ദിതേർവ്രതം ചാഭിഹിതം മഹത്തെ. ഹരി ഓം തത്സദിതി. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാം അഷ്ടാദശസഹസ്രയാം പരമഹംസ്യാം സംഹിതായാം ഷഷ്ഠസ്കന്ധേ പുംസവനവ്രതകഥനം നാമ ഏകോനവിംശതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമാപ്തോയം ഷഷ്ഠസ്കന്ധ. ശ്രീഹരേ നമ. ശ്രീഹരേ നമ. ശ്രീഹരേ നമ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവത് സ്വരൂപങ്ങളായ സജ്ജനങ്ങളുടെ പാദങ്ങളിൽ ശിരസ നമിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം കേട്ടുകൊണ്ടിരുന്നത് ചിത്രകേതൂപാഖ്യാനമാണ്. തുടർന്ന് മരുത്തുക്കളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വർണ്ണിക്കുന്ന 18-ാം അധ്യായം ഇന്ന് നമുക്ക് അനുസ്മരിക്കാം. കൂടെ പുംസവന വിധിയും. ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുകയാണ്. കശ്യപ പ്രജാപതിയുടെ പത്നിമാരായ ദിതി, അദിതി എന്നിവരിൽ ദിതിയുടെ പുത്രന്മാരായി പിറന്ന ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നിവർ വിഷ്ണുവിനാൽ വധിക്കപ്പെട്ടു. അതിന് കാരണം വിഷ്ണു അദിതിയുടെ പുത്രനായ ഇന്ദ്രൻ്റെ സഹായിയാണ് എന്നതായാണ് ദിതി കരുതിയത്. ഈ ധാരണ മൂലം ദുഃഖാമർഷിയായ ദിതി ഇന്ദ്രനെ ഇല്ലാതാക്കാൻ സമർത്ഥനായ ഒരു പുത്രന് ജന്മം നൽകാൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹം നിറവേറാനായി പതിയായ കശ്യപനെ പ്രസാദിപ്പിച്ച് പ്രാർത്ഥിച്ചു. കശ്യപന് ഇക്കാര്യത്തിൽ അത്ര വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അദിതിയുടെ മകനായ ഇന്ദ്രൻ സ്വന്തം പുത്രൻ തന്നെയാണല്ലോ. ഇവർ രണ്ടുപേരും സപത്നിമാരാണല്ലോ. എങ്കിലും മനസ്സിലാ മനസ്സോടെ ഒരു ഉപായം പറഞ്ഞു കൊടുത്തു.
കഠിന വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഒരു സംവത്സരക്കാലം നീണ്ടു നിൽക്കുന്ന പുംസവന വ്രതം അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലമായി ദിതി ഒരു പുത്രനെ പ്രസവിക്കും. അതെ, ദിതി ഗർഭം ധരിച്ചു. നിയമങ്ങളൊന്നും തെറ്റാതെ വ്രതം അനുഷ്ഠിച്ചു വന്നു. ഇന്ദ്രൻ ഇക്കാര്യം മനസ്സിലാക്കി. ഇന്ദ്രൻ ഒരു വടുവിൻ്റെ മട്ടിൽ ദിതിയുടെ ഗൃഹത്തിൽ ചെന്ന് വ്രതാനുഷ്ഠാനത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് സഹായിച്ചു പോന്നു. വ്രതം ഏത് വിധത്തിലും ഭംഗം വരുത്തണം എന്നതാണ് ഇന്ദ്രൻ്റെ മനസ്സിരിപ്പ്. ഒരു ദിവസം സന്ധ്യാസമയത്ത് ദിതി വ്രതക്ലേശത്താൽ ക്ഷീണിതയായി കിടന്നുറങ്ങിപ്പോയി. മുടി കെട്ടിവെച്ചിരുന്നില്ല. അത് വ്രതനിഷിദ്ധമായിരുന്നു. ഇന്ദ്രൻ ആ അവസരം മുതലാക്കി തക്കം നോക്കി ദിതിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. ഗർഭസ്ഥ ശിശുവിനെ തൻ്റെ വജ്രായുധത്താൽ 7 ഖണ്ഡങ്ങളാക്കി. ആ 7 ഖണ്ഡങ്ങളും കരഞ്ഞു തുടങ്ങിയപ്പോൾ മാ രോധി എന്ന് ശാസനാരൂപത്തിൽ പറഞ്ഞുകൊണ്ട് ഓരോ ഖണ്ഡങ്ങളെയും 7 വീണ്ടും ഖണ്ഡിച്ചു. അങ്ങനെ 49 ഖണ്ഡങ്ങളായി തീർന്ന അവരാരും മരിച്ചില്ല. 49 ശിശുക്കൾ. കരയരുത് എന്ന അർത്ഥത്തിൽ മാ രോധി എന്ന് ഇന്ദ്രൻ പറഞ്ഞതിനാൽ അവർ മരുത്തുക്കളായി തീർന്നു. അവർ ഇന്ദ്രൻ്റെ ഭ്രാതാക്കളായിരുന്നു കൊള്ളാം എന്ന് പറഞ്ഞ് ഇന്ദ്രനോട് കൂടി ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നു. ദിതി ഉറക്കമുണർന്നപ്പോൾ അതിതേജസ്വികളായ 49 കുമാരന്മാർക്കൊപ്പം ഇന്ദ്രൻ നിൽക്കുന്നതാണ് കണ്ടത്. ദിതി ഇന്ദ്രനോട് അന്വേഷിച്ചു, ഏക സങ്കൽപ്പിത പുത്ര സപ്തസപ്താഭവൻ കഥം യദിതേ വിദിതം പുത്ര സത്യം കഥയമാമൃഷ. താത, നിന്റെ നാശത്തിന് കാരണമായ ഒരു പുത്രനെ സങ്കല്പിച്ച വ്രതം അനുഷ്ഠിച്ച എനിക്ക് 49 പുത്രന്മാരുണ്ടായതെങ്ങനെ? നിനക്ക് സത്യം അറിയാമെങ്കിൽ എന്നോട് പറയൂ. അമ്മേ, ഭവതി വ്രതഭംഗം വരുത്തിയപ്പോൾ സ്വാർത്ഥ ചിന്തയോടെ ഞാൻ അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. ഗർഭസ്ഥ ശിശുവിനെ ആദ്യം 7 ഖണ്ഡിച്ചു. വീണ്ടും ഓരോന്നും 7 മുറിച്ചു. അമ്മ മഹാപുരുഷനെ പൂജിച്ചതിൻ്റെ പ്രഭാവത്താൽ അവരാരും മരിച്ചില്ല. ഞാൻ ചെയ്ത അപരാധം പൊറുക്കണം. ഇപ്രകാരമായിരുന്നു ഇന്ദ്രൻ പ്രതിവചിച്ചത്. ദിതി അസത്തായ സങ്കല്പത്തോടെ വ്രതം ആരംഭിച്ചു. എന്നാൽ ശ്രീഹരിയെ സാത്വികഭാവത്തോടെ ഒരു സംവത്സരക്കാലം ഭജിച്ചതിനാൽ അന്ധകരണം ശുദ്ധമായി തീർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ദ്രനുള്ള വിദ്വേഷത്തിനും ശമനം വന്നിരുന്നു. ഇന്ദ്രൻ ശുദ്ധഭാവത്തോടെ ക്ഷമാപണം ചെയ്യുക കൂടിയായപ്പോൾ ദിതി സന്തോഷിച്ചു. മാതാവിനെ നമസ്കരിച്ചുകൊണ്ട് ഇന്ദ്രനോടൊപ്പം മരുത്തുക്കളും യാത്രയായി. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ പരീക്ഷിത് മഹാരാജാവ്, വ്രതം പുംസവനം ബ്രഹ്മൻ ഭവതാ യദുദീരിതം തസ്യ വേദിതുമിച്ഛാമി യേന വിഷ്ണു പ്രസീദതി എന്ന് ആവശ്യപ്പെട്ടു. ബ്രഹ്മൻ ശ്രീഹരിയെ പ്രസാദിപ്പിക്കാൻ പര്യാപ്തമായ പുംസവന വ്രത വിധികൾ ഉപദേശിച്ചു തരണേ എന്ന പരീക്ഷത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശ്രീ ശുകബ്രഹ്മർഷി വളരെ വ്യക്തമായി അത് പറഞ്ഞു കൊടുത്തു. ധനുമാസത്തിൽ വെളുത്ത പക്ഷത്തിൻ്റെ ആദ്യത്തെ ദിവസം, പ്രഥമ ദിവസം, ഭർത്താവിൻ്റെ
അനുമതിയോടുകൂടി വേണം വ്രതം ആരംഭിക്കുക. അതിനു മുൻപ് മരുത്തുക്കളുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വായിച്ചു കേൾക്കണം. എല്ലാ ദിവസവും പ്രഭാതത്തിൽ നിത്യകർമ്മങ്ങൾക്ക് ശേഷം ശ്രീദേവിയോടുകൂടിയ നാരായണനെ പൂജിക്കണം. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതേ സഹ മഹാവിഭൂതിഭിർ ബലിം ഉപഹരാണി ഇതി എന്ന മന്ത്രോച്ചാരണത്തോടുകൂടി ആവാഹനം, ആസനം, അർഘ്യം, പാദ്യം, ആചമനം, സ്നാനം, വസ്ത്രം, ഉപവീതം, ആഭരണം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം, താംബൂലം എന്നീ ഷോഡശോപചാര ആരാധനം നിർവഹിക്കണം. നൈവേദ്യ ഹവിശേഷത്തെ ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാവിഭൂതിപതേ സ്വാഹ എന്ന മന്ത്രത്തോടുകൂടി 12 പ്രാവശ്യം അഗ്നിയിൽ ആഹൂതി ചെയ്യണം. പിന്നീട് സാഷ്ടാംഗ നമസ്കാരം ചെയ്തതിന് ശേഷം മുൻപറഞ്ഞ മന്ത്രം 10 ഉരു ജപിക്കണം. തുടർന്ന് നിർമാല്യം നീക്കി ആചമനം ചെയ്ത് വീണ്ടും മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും പൂജിക്കണം. പിന്നീട് ഭർത്താവിൻ്റെ രൂപത്തെ വിഷ്ണുബുദ്ധിയ ധ്യാനിച്ച് പരമഭക്തിയോടെ പൂജിക്കണം. ഭർത്താവും പൂജയ്ക്കാവശ്യമായ അനുകൂല സഹായങ്ങൾ ചെയ്തിരിക്കണം. ദിവസേന ഈ വിധം പൂജാകർമ്മങ്ങൾ അനുഷ്ഠിച്ച ശേഷം ഭർതൃമതികളായ സ്ത്രീകളെ സൽക്കരിച്ച് ഉപചരിക്കുക. നൈവേദ്യശേഷത്തെ താനും സേവിച്ച് മറ്റുള്ളവർക്കും കൊടുക്കണം. ഒരു വർഷം കഴിയുന്ന വൃശ്ചിക മാസത്തിലെ അമാവാസി ദിവസം ഉപവസിക്കുകയും പിറ്റേന്നാൾ ഭർത്താവ് സ്ഥാലീപാക വിധിപ്രകാരം ഹോമം ചെയ്ത് ബ്രാഹ്മണ പൂജയും ദാനവും ചെയ്യണം. സൽസന്താനത്തെ പ്രദാനം ചെയ്യാൻ സമർത്ഥമായ ഹവിശേഷത്തെ ഭർത്താവ് കയ്യിലെടുത്ത് മൗനവ്രതത്തോടെ പത്നിക്ക് കൊടുക്കണം. പത്നി അത് ഭക്തിപൂർവം ഏറ്റുവാങ്ങി ഭുജിക്കണം. ഈ വ്രതം അനുഷ്ഠിക്കുന്നതായാൽ സൗന്ദര്യം, സത്സന്താനം, സൗഭാഗ്യം, ദീർഘമംഗല്യം തുടങ്ങിയ ഐശ്വര്യങ്ങൾ സിദ്ധിക്കും. ഏറെ കഠിനമായതെങ്കിലും കരുണാമയനായ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവാൻ സാധിക്കുന്ന വ്രതചര്യകളിൽ ഒരു പിഴവും വരാതിരിക്കണമെന്ന് ഉറപ്പിക്കാനാണ് മരുത്തുക്കളുടെ ഉൽപ്പത്തിയെ കൂടി വായിച്ച് കേൾക്കണം എന്ന് പറഞ്ഞത്. ഗുരുപരമ്പരയെ മനസ്സ നമിച്ചുകൊണ്ട് ഭഗവത്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്കായി ഷഷ്ഠസ്കന്ധത്തിലെ ഒടുവിലത്തെ പ്രകരണം അനുസ്മരിക്കുന്ന ഈ വാക്കുകൾ സമർപ്പിച്ചുകൊള്ളുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നാരായണ 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 നാരായണ.